ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുനു ഒഴിച്ചു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എൻ്റെ യൂട്യൂബ് വരുമാനം അല്ലെങ്കിൽ എനിക്ക് മാസം എത്ര രൂപ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. 2017 മുതലാണ് ഞാൻ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇങ്ങനെ കാണുന്നത്. അന്നൊന്നും ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ചുമ്മാ വെറുതെ യൂട്യൂബിൽ കയറുന്നു, വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാണുന്നു, അത്രയൊക്കെ ഉള്ളൂ. അന്ന് ഞാൻ ക്രാഫ്റ്റ് വർക്ക് അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഇത് നോക്കി യൂട്യൂബ് നോക്കിയാണ് ചെയ്തിരുന്നത്. പിന്നെ 2021 ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നോക്കി. വീഡിയോസ് എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ഷോർട്സ് ആയിരുന്നു. നമ്മൾ റീൽ ചെയ്യുന്നതിന് ഞാനിങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴും അന്നും എനിക്കിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കണം, അതൊരു വരുമാന മാർഗ്ഗമാക്കണം എന്ന് കരുതിയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ 2024 ഓണം ആ ടൈമിലൊക്കെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, ചാനൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം, എന്തെങ്കിലും ഏൺ ചെയ്യണം, അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സുനു ഒഴിച്ചു വ്ളോഗ്സ് എന്ന് ചാനലിന് പേര് കൊടുത്ത് ചാനൽ ആക്റ്റീവാക്കിയത്. അപ്പം ഞാനും മുമ്പ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് വരുമാനം അല്ലാതെ കിട്ടും എന്നുള്ള ധാരണയൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നുമല്ല. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സംശയവും കുറച്ച് പേരൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേരുടെ തെറ്റിദ്ധാരണ, ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വരുമാനം വന്ന് തുടങ്ങി എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. യൂട്യൂബ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഇപ്പം ഒരു 365 ദിവസത്തിനകത്ത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്താലേ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോഴെങ്കിലും നമുക്കത് വരുമാനമായിട്ട് നമുക്ക് ഒരു മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് പിറ്റേ മാസം മുതൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് വരുമാനം തരില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്യുവാണെങ്കിൽ 3 മില്യൺ സബ്സ്ക്രൈബറും 10 മില്യൺ വാച്ച് അവറും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അതും 90 ദിവസം കൊണ്ട്, അതും അങ്ങനെയാണ് അതിൻ്റെ റൂൾസ്. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, എനിക്ക് ആകപ്പാട് 181 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അതിൽ എല്ലാവരും ഞാനിടുന്ന വീഡിയോസ് കാണണമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ ഇപ്പം ഞാൻ കൂടുതലും 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ ആണ്. അത് ഇപ്പം 181 പേരിൽ 2-3 പേർക്ക് അതും ഇൻട്രസ്റ്റ് ആണുള്ളൂ. അപ്പോൾ അതാണ്. ഇപ്പം നമ്മൾ വ്ളോഗ്സ് അല്ലെങ്കിൽ ഔട്ടിങ് അങ്ങനെയൊക്കെയുള്ള ഇത് ഔട്ടിങ് 1-2 ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ചിലപ്പോൾ അതൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർക്കെങ്കിലും അതും കൂടെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതും കൂടെയൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പ്ലാനുണ്ട്. പക്ഷേ നമ്മുടെ യൂട്യൂബ്, നമ്മളെല്ലായിടത്തും പോയി പണി ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂട്യൂബിലും കുറച്ച് നമ്മൾ മെനക്കെട്ട് അല്ലെങ്കിൽ റിസ്ക് എടുത്ത് വീഡിയോസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മളതിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കിയാൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇതുവരെ വരുമാനം വന്നു തുടങ്ങിയിട്ടില്ല. അതിപ്പോൾ ഇത്രയും പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എനിക്ക് വരുമാനമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ല, 4000 വാച്ച് അവറും ആയിട്ടില്ല. എന്നെപ്പോലെ ഇതുപോലെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കണം, യൂട്യൂബ് ഒരു വരുമാന മാർഗ്ഗമാക്കണം എന്നുള്ള ഒരുപാട് പേരുണ്ടാവും. ഇത് കാണുന്നതിൽ പലരും അങ്ങനെയുള്ളവരുണ്ടാവും. അവർക്കും ഇതുപോലെയൊക്കെ ആയിരിക്കും അവസ്ഥ. പക്ഷെ അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടോ. ചിലർ വിചാരിക്കുന്നത് നമ്മൾ യൂട്യൂബ് തുടങ്ങി, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വരുമാനം വന്ന് തുടങ്ങിയെന്നൊക്കെ ആയിരിക്കും ചിലരുടെ തെറ്റിദ്ധാരണ. ഇപ്പോൾ പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഇത് വരുന്നുണ്ട്, എൻക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ട്. യൂട്യൂബിൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണോ, നമ്മൾ ഇത്ര രൂപ പേയ്മെൻറ്റ് ചെയ്താൽ അങ്ങനെയൊക്കെ ആവും. ഇപ്പോൾ ഇത്ര രൂപയ്ക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ്, ഇത്ര വാച്ച് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് റിക്വസ്റ്റൊക്കെ വരും. അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മൾ പണിയെടുത്ത് തന്നെ അത് നമുക്ക് വേണ്ടിയിട്ടൊരു വരുമാനം വരുമ്പോൾ അതിനൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ അതാണ്.
പിന്നെ എന്നെപ്പോലെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലെ വരുമാന മാർഗം യൂട്യൂബിൽ നിന്ന് വേണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സപ്പോർട്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് മില്യൺസ് വ്യൂസും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഉള്ളവരുടെ വീഡിയോസ് മാത്രം കാണാതെ അവർക്ക് മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് മാത്രം അവർക്ക് മാത്രം നമ്മൾ ചെയ്യാതെ നമ്മളെപ്പോലെ തുടക്കക്കാർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഇതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാം വീഡിയോസ് കാണുന്നെന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പം വേറെന്താ, ഇപ്പം 2025 കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് പോലും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം അതെന്താണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം ആദ്യം ഈ ഫസ്റ്റ് കിടമ്പെന്ന് പറയുന്നത് ഈ സബ്സ്ക്രൈബേഴ്സും വാച്ച് അവർ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുവരെ വീഡിയോസ് സപ്പോർട്ട് ചെയ്തവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ പറഞ്ഞതല്ല. തീർച്ചയായിട്ടും എൻ്റെയും മുമ്പത്തേക്കൊരു ഡൗട്ട്സ് ആയിരുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വരുമാനം കിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ. അത് നമുക്കതിനെപ്പറ്റി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴേ നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ കൊടുത്ത് അവരെ കൊണ്ടുകൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.